എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ റെബേക്ക അവൾ ഫൈറ്റ് ചെയ്യാനായിട്ട് ആ ഗോതയിലേക്ക് കടന്നു വരികയാണ്. റെബേക്കയെ തിരിച്ചറിഞ്ഞ അവിടെയുണ്ടായിരുന്ന ജനങ്ങളെല്ലാവരും അവളെ ചീത്ത വിളിക്കും. അവളൊരു വൃത്തികെട്ടവളാണ്, അവളുടെ ഗ്രാൻഡ്പ കാരണമാണ് നമ്മുടെ രാജ്യത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇവൾ ഒരു കാരണവശാലും ഈ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് പാടില്ല. ഇവൾ പങ്കെടുത്താലും ജയിക്കാൻ പോകുന്നില്ല. ഇവിടെ വെച്ച് ഇവളെ തല്ലിക്കൊന്ന് നരകത്തിലേക്ക് അയക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും മുറവിളി കൂട്ടിക്കൊണ്ടേയിരിക്കും. റെബേക്കയ്ക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവൾ ഒരുപാട് വിഷമത്തിൽ തല താഴ്ത്തി കുട്ടിക്കരഞ്ഞുകൊണ്ടായിരിക്കും അവിടെ നിൽക്കുക. അതേസമയം ഇവിടെ ലൂഫി ആണെങ്കിൽ ആ സീൻ കണ്ട് ആകെ ടെൻഷനാവും. ഇവിടെ എന്തിനാ എല്ലാരും ഇങ്ങനെ കുറ്റപ്പെടുത്തണേ? ഇവള് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇവളുടെ ഗ്രാൻഡ്പ അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കേണ്ടതും കളിയാക്കേണ്ടതും അകറ്റി നിർത്തേണ്ടതും അദ്ദേഹത്തെ അല്ലേ? ഇവള് യാതൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ലൂഫിക്ക് ഒരു സെക്കൻഡ് ആ മൊട്ടത്തലേൻ അപ്പാപ്പനെ ഓർമ്മ വരും. കാരണം കാർപ്പിനോടുള്ള ദേഷ്യം തീർക്കാൻ ആ ഒരു അപ്പാപ്പൻ ലൂഫിയാണ് കണ്ടെത്തിയത്. അതുപോലെയാണ് ഇപ്പൊ ഇവിടെയുള്ള ജനങ്ങളെല്ലാവരും അവളുടെ മേലെ കുറ്റം ആരോപിക്കുന്നതും അവളെ ഇത്തരത്തിൽ മോശമായിട്ട് സംസാരിക്കുന്നതും. ആ പ്രിസണേഴ്സിനാണെങ്കിൽ ലൂഫി സംസാരിക്കുന്നത് കേട്ട് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നും. നീ പറഞ്ഞത് ശരിയാണ്, അവൾ ആക്ച്വലി യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ഏക പ്രതീക്ഷ അത് റെബേക്കയിൽ മാത്രമാണ്. അവളെ കൊണ്ട് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ. ആ ഒരു ഡെവിൾ ഫ്രൂട്ട് അത് അവൾക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞ ഡോഫ്ലമിംഗോയുടെ ഈ നശിച്ച ഭരണത്തിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും രക്ഷപ്പെടും. ഈ ഒരു രാജ്യത്തിന് തന്നെ മുക്തി ഉണ്ടാവും. അത് കേട്ട് ലൂഫി ആണെങ്കിൽ ഒരു സെക്കൻഡ് കാര്യമായിട്ട് ചിന്തിക്കും. ആ ഒരു ഡെവിൾ ഫ്രൂട്ടിന് വേണ്ടിയാണ് ലൂഫി കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്ത് ഇവിടം വരെ വന്നത്. ആ ഡെവിൾ ഫ്രൂട്ട് എങ്ങനെയെങ്കിലും കളക്ട് ചെയ്ത് അത് അവന്റെ ടീമിലുള്ള ആർക്കെങ്കിലും കൊടുക്കാം എന്നാണ് ലൂഫി കരുതിയത്. പക്ഷേ ഇവള് വളരെ വെറുത്തായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. നല്ല ഉദ്ദേശം മാത്രമേ അവളുടെ മനസ്സിലുള്ളൂ. സോ എന്തുകൊണ്ട് ആ ഒരു ഡെവിൾ ഫ്രൂട്ട് അവൾക്ക് കൊടുത്തുകൂടാ എന്ന് ലൂഫി ചിന്തിക്കും. അതേസമയം ഇവിടെ റെബേക്കയെ ചുറ്റുമുള്ള മത്സരാർത്ഥികളും ജനങ്ങളും എല്ലാവരും നിർത്താതെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. അവളെ നോക്കി അവരെല്ലാവരും പരിഹസിച്ച് ചിരിക്കും. അടുത്ത നിമിഷം അവരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു കുതിരയുടെ കൊളമ്പടി ശബ്ദം കേൾക്കുകയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ സുന്ദരൻ പൈറട്ട്. അവനാണെങ്കിൽ അവന്റെ വെളുത്ത കുതിരയിൽ അവിടേക്ക് വരികയാണ്. അവനെ കണ്ട് റെബേക്കയെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന എല്ലാവരും ഇപ്പൊ അവന്റെ സൗന്ദര്യത്തെ വാഴ്ത്തി പാടുകയാണ്. ആങ്കർ ആണെങ്കിൽ വാ തോരാതെ അവനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കും. അതിനുശേഷം അവർ ഞൊടിയിടയിൽ വീണ്ടും റെബേക്കയിലേക്ക് തിരിഞ്ഞ് അവളെ കുറ്റപ്പെടുത്തുകയാണ്. അതിന് നമ്മുടെ സുന്ദരൻ പൈറട്ട് അവൻ ദേഷ്യപ്പെട്ട്, നിർത്തടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്. ഒരുപാട് നേരമായി ഞാനിത് കേൾക്കുന്നു. അവള് പഴയ കിങ്ങിന്റെ ഗ്രാൻഡ് ചൈൽഡ് ആയിരിക്കാം, പക്ഷേ അവളിപ്പോ ഒരു യോദ്ധാവാണ്. നമ്മളെപ്പോലെ അവളും ഈ ഫൈറ്റിൽ മത്സരിക്കാനാണ് ഇവിടേക്ക് വന്നത്. ആവശ്യമില്ലാതെ അവൾ ആരെയും കുറ്റപ്പെടുത്താനായിട്ട് പാടില്ല. നിങ്ങൾക്കെല്ലാവർക്കും അവളെ കൊല്ലണം എന്നാണ് ആഗ്രഹമെങ്കിൽ ഒരു സ്ക്വാഡും എടുത്ത് ഈ മത്സര കളത്തിലേക്ക് വാ. അല്ലാതെ വെറുതെ അവിടെ ഇരുന്ന് കൂവല്ല വേണ്ടത്. ഇവിടെ മത്സരിക്കുന്ന ഓരോരുത്തരും അവരുടെ ജീവൻ പണയപ്പെടുത്തിയും ജീവൻ ത്യജിച്ചുമാണ് മത്സരിക്കുന്നത്. അതിന്റെ വേദനയും ബുദ്ധിമുട്ടും എന്താണെന്ന് നിങ്ങൾക്കറിയോ? അതൊന്നും നിങ്ങൾക്കറിയില്ല. സോ റെബേക്കയുടെ ധൈര്യം അത് നിങ്ങൾക്ക് ആർക്കുമില്ല. സോ ഒരാൾ പോലും അവളെ ഇനി കുറ്റപ്പെടുത്തി സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവന്റെ കുതിരയെ സേഫ് ആയിട്ട് തിരികെ അയക്കും. ലൂഫി ആണെങ്കിൽ അവന്റെ സ്പീച്ച് കേട്ട് അങ്ങനെ തരിച്ചു നിൽക്കുകയാണ്. ഇവിടെ ജനങ്ങളെല്ലാവരും ഇപ്പൊ നമ്മുടെ സുന്ദരൻ പൈറട്ടിനെ അഭിനന്ദിക്കുകയാണ്. വാവ്, അങ്ങയുടെ വാക്കുകൾ അത് ഞങ്ങളെ മാറ്റിമറിച്ചു. അങ്ങേ കാണുമ്പോൾ തന്നെയാണ് അങ്ങയുടെ മനസ്സും രണ്ടും വളരെ സുന്ദരാണെന്ന് പറഞ്ഞ് അവനെ പൊക്കി അടിക്കുകയാണ്. സുന്ദരൻ പൈറട്ടിനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. അവരെല്ലാവരും ഇപ്പൊ അവന്റെ പേര് പറഞ്ഞ് അവനെയാണ് അഭിനന്ദിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ സുന്ദരൻ അവൻ ആഗ്രഹിച്ചതും ഇത് തന്നെയാണ്. റെബേക്ക ആണെങ്കിൽ അവനോട് താങ്ക്സ് പറയും. കാരണം അവൻ മാത്രമാണ് അവളെ സപ്പോർട്ട് ചെയ്തത്. അതിനവൻ പറയും, കുഴപ്പമൊന്നുമില്ല, നീ നന്നായിട്ട് ഫൈറ്റ് ചെയ്യും. എനിക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അവൻ ചുറ്റും നോക്കും. അവിടെ എത്ര ന്യൂസ് റിപ്പോർട്ടേഴ്സ് വന്നിട്ടുണ്ട് എന്ന്. രണ്ടേ പേരെ മാത്രമേ അവൻ കാണും. അവരുടെ മുൻപിലേക്ക് നിന്ന് ഇപ്പൊ വമ്പം പോസില് ആക്ഷനൊക്കെ ഇട്ട് കൊടുക്കും. അപ്പൊ അതേസമയം സൈറൺ അതങ്ങനെ നീട്ടി അടിക്കുകയാണ്. 135 പേരാണ് ഡീല് മത്സരിക്കാനും ഫൈറ്റ് ചെയ്യാനും തയ്യാറായിട്ട് നിൽക്കുന്നത്. ഇവിടെ എല്ലാവരും വളരെ മാസായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഓരോരുത്തരായിട്ട് എടുത്തു കാണിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു വൈറ്റ് ലയണാണ്. കട്ട് ചെയ്ത ഇവിടെ ഗ്രീൻ ബിറ്റില് ട്രഫാർഗറിലോയുടെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഡോഫ്ലമിംഗോ ആണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് അവന്റെ വെബ് വെച്ച് ട്രഫാർഗറിലോയെ ലോക്ക് ചെയ്യും. അതിനുശേഷം സീസറിന്റെ ഹാർട്ട് തിരികെ തരാനായിട്ട് ഡോഫ്ലമിംഗോ ട്രഫാർഗറിലോയോട് പറയും. ട്രഫാർഗറിലോ ആണെങ്കിൽ റൂം ക്രിയേറ്റ് ചെയ്ത് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷേ ഡോഫ്ലമിംഗോ പിടിച്ചു വലിച്ച് അവനെ കൊല്ലാനായിട്ട് സ്ട്രിങ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബ്ലൈൻഡ് മാൻ ആൾ അവിടേക്ക് വന്ന് ഡോഫ്ലമിംഗോയെ പിടിച്ചു മാറ്റും. ഞാൻ ഇവിടേക്ക് വന്നത് ഇവനെ അറസ്റ്റ് ചെയ്യാനാണ്, അല്ലാതെ കൊല്ലാനല്ല. ഫുൾ കലിപ്പിൽ ഡോഫ്ലമിംഗോ ഇപ്പൊ അവന്റെ കയ്യിലുണ്ടായിരുന്ന സീസറിന്റെ ഹാർട്ട് അത് പിടിച്ചു മേടിക്കും. അതിനുശേഷം അവനെ നോക്കി അങ്ങനെ ഇളിക്കുകയാണ്.
അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ലിയോയും നമ്മുടെ ഉസോപ്പും റോബിനും ആ പടയും എല്ലാവരും കടലിനടിയിലുള്ള ആ പാസേജ് വഴി അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വരികയാണ്. അവിടെയാണെങ്കിൽ ഒരുപാട് ലിറ്റിൽ പീപ്പിൾസ്. ലിയോ ആണെങ്കിൽ നിലവിളിച്ച് പറയും ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ രക്ഷകര്. ഇവര് ഡോഫ്ലമിംഗോയ്ക്ക് എതിരായിട്ട് യുദ്ധം ചെയ്യാൻ നമ്മളെ സഹായിക്കും. നീണ്ട 10 വർഷത്തെ ഡോഫ്ലമിംഗോയുടെ വൃത്തികെട്ട ഭരണം അത് ഈ ഒരു വലിയ യുദ്ധത്തിൽ നമ്മൾ ഇല്ലാതാക്കി അവന്റെ ഭരണം അവസാനിപ്പിക്കും. അതിനുശേഷം നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടെ പഴയതുപോലെ ഹാപ്പി ആയിട്ട് ജീവിക്കാം. അത് കേട്ട ടോയ് സോൾജിയറും ഇപ്പൊ ഹാപ്പിയാണ്. അവരാണെങ്കിൽ അതിനു വേണ്ടുന്ന ഒരുപാട് പ്ലാൻസ് ഒക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. ടോയ് സോൾജിയർ ആണെങ്കിൽ എങ്ങനെ നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യണമെന്നുള്ള പ്ലാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. ഉസോപ്പ് ആണെങ്കിൽ പ്ലാനൊക്കെ വളരെ കാര്യമായിട്ട് കേൾക്കും. എന്നിട്ട് അതിനിടയിലൂടെ എങ്ങനെ രക്ഷപ്പെടാം എന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ കുഞ്ഞു പെണ്ണ് അവളാണെങ്കിൽ ഇപ്പൊ സോറോയും കൂട്ടി കപ്പലിന്റെ അടുത്തേക്ക് പോവാണ്. സോറോയ്ക്ക് തെറ്റും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തവണയും അവൾ തന്നെ വഴികാട്ടിയായി അവന്റെ കൂടെ പോവുക. ആ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ സോറയോട് വളരെ ഡീറ്റെയിൽ ആയി കപ്പലിൽ ആരൊക്കെയാണ് വന്നത്, ആരൊക്കെയാണ് അറ്റാക്ക് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. കപ്പലിലേക്ക് വന്നത് മറ്റാരുമല്ല ഡോഫ്ലമിംഗോയുടെ ഫാമിലിയിലുള്ള ആ ചപ്പറത്തലച്ചി ആന്റിയാണ്. അവർക്ക് ഡബിൾ ഫ്രൂട്ടിന്റെ പവർ ഉണ്ട്. അത് വെച്ച് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. മാത്രമല്ല ഡോഫ്ലമിംഗോയുടെ ഫാമിലിയിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയ 3 പേരുണ്ട്. ആക്ച്വലി ആ 3 പേരാണ് വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു ഐലാൻഡിനെ അറ്റാക്ക് ചെയ്തതും മിലിറ്ററിക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഭയങ്കര അത്ഭുതം. 10 വർഷത്തിന് മുൻപ് നടന്ന കാര്യം അത് നീ എങ്ങനെ അറിഞ്ഞു? നീ ഒരു കുഞ്ഞി പെണ്ണല്ലേ? അതിനവള് പറയും എനിക്കിപ്പോ 27 വയസ്സുണ്ട്. എത്ര? 27 ചോദിച്ച് സോറോ വണ്ടടിക്കുകയാണ്. അപ്പോഴായിരിക്കും ലോങ് ഷോട്ടിൽ നിൽക്കുന്ന സാമുറായും സാഞ്ചിയും അവർ രണ്ടുപേരും ഇപ്പൊ സോറോയെ കാണാം. സാമുറായി ആണെങ്കിൽ ഇതൊക്കെ വീശി കാണിച്ച് സോറോ ഞങ്ങൾ ഇവിടെയുണ്ട്, ഇവിടേക്ക് വായോ, നീ ഞങ്ങളെ കാണുന്നില്ലേ? സോറയാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പൊ സാഞ്ചിയുടെയും സാമുറായുടെ അടുത്തേക്ക് വരും. അതിനുശേഷം നാമിക്കും ടീമിനും സംഭവിച്ച കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. അതിനുശേഷം വയലറ്റും കൂടെ അവിടേക്ക് വരും. വയലറ്റ് പറയും ആ ചപ്പർത്തലച്ചി ആന്റിയാണ് നിങ്ങളുടെ കപ്പലിനെ അറ്റാക്ക് ചെയ്തത്. അവരിപ്പോ ഗ്രീൻ ബിറ്റിൽ ലക്ഷ്യമാക്കി പോവാണ്. നിങ്ങൾ എത്രയും വേഗം അവിടേക്ക് പോയി അവരെ രക്ഷിക്കണം, അല്ലെങ്കിൽ വലിയ അപകടമാണ്. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആക്ഷനിലെ ഫൈറ്റ് കാണിക്കും. നമ്മുടെ റെബേക്ക ആണെങ്കിൽ ഓരോരുത്തരെയും വെട്ടി എറിഞ്ഞ് മുന്നേറുകയാണ്. അപ്പൊ അവളെ റൗണ്ട് ചെയ്ത് വീണ്ടും മത്സരാർത്ഥികൾ വരികയാണ്. അവരാണെങ്കിൽ ഫൈറ്റ് ചെയ്യാതെ അവളെ ഇൻസൾട്ട് ചെയ്തും കളിയാക്കി സന്തോഷിക്കും. ലൂഫിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ട് തലി കേറി വരും. അവൻ പല്ലൊക്കെ കടിച്ച് സ്വന്തമായിട്ട് അങ്ങനെ കൺട്രോൾ ചെയ്യും. ലൂഫി ആണെങ്കിൽ ഇവിടെ ഇരുന്ന് വിളിച്ചു പറയും റെബേക്ക വിട്ടുകൊടുക്കാൻ പാടില്ല, നിന്റെ പവറും കഴിവും എന്താണെന്ന് നീ കാണിച്ചു കൊടുക്ക്. ഇവിടെ റബേക്ക അവൾ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് അവരുടെ ഫൈറ്റിൽ നിന്നെല്ലാം തെന്നി മാറി അവരെ ആ വെള്ളത്തിലേക്ക് തള്ളിയിടും. അതുകൊണ്ട് ഓഡിയൻസ് ആണെങ്കിൽ വിളിച്ചു പറയും അവളെ വെട്ട്, അവളെ കൊല്ല്, അവളുടെ ചോര ചിന്തുന്നത് അത് ഞങ്ങൾക്ക് കാണണം. റബേക്കയ്ക്കാണെങ്കിൽ അതൊന്നും കേട്ടിട്ട് യാതൊരു കൂസലുമില്ല. അവൾക്ക് ട്രെയിനിങ് കൊടുത്തത് അതാ ടോയ് സോൾജിയർ ആണ്. ഒരു ജൈന്റ് ആണെങ്കിൽ അവളെ മുമ്പിൽ നിന്ന് അറ്റാക്ക് ചെയ്യും, വേറൊരുത്തൻ പിന്നിൽ നിന്നും. അവൾ നൈസായിട്ട് അവിടുന്ന് എസ്കേപ്പ് ആവും. അവർ രണ്ടുപേരും കൂട്ടിയിടിച്ച് താഴെ വീഴും. അവൾ ഒരു സെക്കൻഡ് ട്രെയിനിങ് എടുത്ത കാര്യമെല്ലാം ആലോചിച്ച് ഓരോരുത്തരായിട്ട് ആ വെള്ളത്തിലേക്ക് തള്ളിയിടുകയാണ്. ഇവിടെ ലൂഫി ആണെങ്കിൽ അവളുടെ പെർഫോമൻസ് കണ്ട് കൈയൊക്കെ അടിച്ച് അങ്ങനെ cheer ചെയ്യും. അതേസമയം റെബേക്ക എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വിട്ടുകൊടുക്കില്ല, എനിക്ക് ജയിച്ചേ പറ്റൂന്ന് പറഞ്ഞ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.